കടുത്ത വേനൽ ചൂടും വേമ്പനാട് കായലിലെ മാലിന്യ പ്രശ്നങ്ങളും ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചടിയാകുന്നു. മത്സ്യലഭ്യത ഗണ്യമായി കുറഞ്ഞതോടെ വേമ്പനാട് കായലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ വറുതിയിലാണ്. കടുത്ത വേനൽ ചൂട് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. വേമ്പനാട് കായലിൽ മത്സ്യലഭ്യത കുറഞ്ഞതോടെ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ വറുതിയിലാണ്. വേനൽ ചൂടിനൊപ്പം വേമ്പനാട് കായലിൽ മാലിന്യം വർദ്ധിച്ചതും മത്സ്യലഭ്യത കുറയാൻ കാരണമായിട്ടുണ്ട്. തണ്ണീർമുക്കം ബണ്ട് അടച്ചിരുന്ന സമയത്ത് ചെറു ജലാശയങ്ങളിലും മറ്റും തള്ളപ്പെട്ട കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ളവ ഒഴുകിയെത്തിയത് കായലിലേക്കാണ്. മത്സ്യബന്ധനത്തിന് തടസ്സമുണ്ടാക്കുന്ന പ്രത്യേകയിനം പായൽ കായലിൽ വർദ്ധിക്കാൻ ഇത് കാരണമായിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണത്തിനായി കായലിൽ മണ്ണ് ഖനനം ചെയ്യുന്നതും മത്സ്യലഭ്യതയിൽ കുറവ് വരാൻ കാരണമായി. കയറിയിറങ്ങിയുള്ള കക്കൂസ് മാലിന്യങ്ങൾ ശേഖരിച്ച് കായലിലേക്ക് തള്ളുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. ഇതിന്റെ ഫലമായിട്ട് വേമ്പനാട്ട് കായലിൽ ചണ്ണപ്പായിൽ, അതായത് ഈ മൂത്രത്തിൽ നിന്ന് അതിനകത്തുള്ള പോഷകങ്ങൾ യൂറിയ വലിച്ചെടുത്തുകൊണ്ട് ഈ ചണ്ണപ്പായൽ വളരുകയാണ്. അത് കാരണം വലയിട്ടാൽ അപൂർവമായിട്ടാണ് വലയിടുന്നത്, അവർക്ക് പോലും മത്സ്യങ്ങൾ കിട്ടാത്ത അവസ്ഥയാണ്. അങ്ങനെ ആ രീതിയിലുള്ള ദോഷം. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന്, ഹൗസ് ബോട്ടുകളിൽ നിന്ന്, ശിക്കാരകളിൽ നിന്നെല്ലാം വേമ്പനാട്ട് കായലിലേക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. കുബോസ് നടത്തിയ പഠനത്തിൽ തണ്ണീർമുക്കത്തിൻ്റെ തെക്ക് ഭാഗത്ത് മാത്രം 3000 ടണ്ണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞു കിടക്കുന്നു എന്നാണ് അവരുടെ പഠനം കണ്ടെത്തിയത്. ഇത് വാരാൻ വേണ്ടി ഗവൺമെൻറ് പല പദ്ധതികൾ കൊണ്ടുവന്നെങ്കിലും ഒന്നും വിജയിച്ചില്ല. അതായത് അത് നടപ്പിൽ പണ്ട് വകയിരുത്തിയെങ്കിലും അത് മുടക്കിയില്ല. ഈ കഴിഞ്ഞ മാസങ്ങളിൽ ബഹുമാനപ്പെട്ട ആലപ്പുഴ ജില്ലാ കളക്ടർ, അദ്ദേഹം മാറിപ്പോയി, ഡോക്ടർ അലക്സാണ്ടർ, അദ്ദേഹം 1700 കോടി രൂപ പ്ലാസ്റ്റിക് വാരുവാൻ വേണ്ടി വകയിരുത്തുമെന്ന് പറഞ്ഞത് അത് ഒരു ഇലക്ഷൻ സ്റ്റണ്ടായിരുന്നു എന്ന് വേണം ഇപ്പം അനുമാനിക്കാൻ. വക സാധനം കാര്യമില്ല. കക്ക തന്നെ ഇപ്പം കക്കത്തിൻ്റെ ഭാഗം ഇപ്പം ഇല്ല. മീനെന്ന് പറഞ്ഞാൽ അടുത്തുള്ള മീനൊന്നും ഇല്ല. ഇപ്പം ഇവിടെ തന്നെ പറയത്തില്ല, അണ്ണ കയറി ഒന്നുമില്ല. ഇപ്പം കരിമീനില്ല, വേറെ ഒന്നുമില്ല. മാലിന്യം മൊത്തം ഉള്ള പ്ലാസ്റ്റിക്കും കുറേ കിറ്റും ഈ പാലിൻ്റെ കവറും എല്ലാം അഴിഞ്ഞു കൂടി കിടക്കും. മുഴുവൻ മാലിന്യങ്ങളും ഈ പ്ലാസ്റ്റിക്, അതായത് മുഴുവൻ പാലിൻ്റെ കിറ്റാണ്. പിന്നെ ഈ പെണ്ണുങ്ങളുടെ പാടില്ല, അതാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഇപ്പം ഈ പെട്രോളൊക്കെ ചണ്ണ കാരണം ഒരു കക്കാട് പണിയും മത്സ്യത്തിൻ്റെ പണിയും കിടക്കും. മനുഷ്യനാണെങ്കിൽ എന്ത് പോകും. ഒരു കാരണവശാലും ഈ മാലിന്യം ഒതുക്കാൻ ഒരു മാർഗം കാണും. പല പ്രാവശ്യം സർക്കാരിനെ ബോട്ടിൽ പിടിച്ചിട്ട് അതൊന്നും ആർക്കും പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് സത്യം. കരിമീൻ, കണമ്പ് ഉൾപ്പെടെയുള്ള നാടൻ മത്സ്യങ്ങളുടെ ലഭ്യതയിലാണ് ഇടിവുണ്ടായിരിക്കുന്നത്. ചെമ്മീൻ, കക്ക എന്നിവയുടെ ലഭ്യതയും കുറഞ്ഞിട്ടുണ്ട്. വള്ളവുമായി ഇറങ്ങിയാൽ മത്സ്യം ലഭിക്കാതെ തിരിച്ച് കരയിലേക്ക് പോരേണ്ട അവസ്ഥയാണ് ഇന്നുള്ളത്. കായൽ ഉപരിതലത്തിൽ ചൂട് ക്രമാതീതമായി കൂടുന്നതിനാൽ മത്സ്യങ്ങൾ അടിത്തട്ടിലേക്ക് പോകുന്നതാണ് പതിവ്. ഉപജീവനം പ്രതിസന്ധിയിലായിട്ടും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. മത്സ്യലഭ്യത കുറഞ്ഞതോടെ കായൽ മത്സ്യങ്ങൾക്ക് വില കുത്തനെ കൂടിയിട്ടുമുണ്ട്.